ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോസ് ഇടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സബ്സ്ക്രൈബറായ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ്. കാട്ടിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടുത്തെ കാട്ടിൻ്റെ ഭംഗിയും കാട്ടരുവിയുടെ ഭംഗിയും ഇതെല്ലാം ഒന്ന് ഞങ്ങളുടെ ചാനലിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഈ യാത്ര. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മളെ കാത്ത് തന്നെ ആ സുഹൃത്ത് അവിടെ വഴിയിൽ നിൽപ്പുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കാട്ടിലേക്ക് പോകുന്നത്. ഒട്ടും പറയാനില്ല കേട്ടോ, അടിപൊളി സ്ഥലമാണ്, അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറുതെ നിൽക്കുമ്പോൾ കയറി വാടകയെ ഇങ്ങോട്ടൊക്കെ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. സ്വല്പം വെയിലായിപ്പോയി, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ്, എന്നാലും ഉച്ചയായപ്പോൾ 1 മണിയോട് അടുപ്പിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത്. അതാണ് ഇത്രയും വെയിൽ. എന്തായാലും നല്ല മനോഹരമായ സ്ഥലം തന്നെ കേട്ടോ. ഇപ്പോഴത്തെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. എന്തായാലും നമുക്ക് താഴോട്ട് നീങ്ങാം, താഴെയുള്ള ഭംഗിയും കൂടെ കാണാം. ഇതൊരു ചെറിയ കാടൊന്നുമല്ല കേട്ടോ. ആനയും കടുവയും പുലിയും എല്ലാം ഉള്ള ഒരു കാട് തന്നെയാണ്. അതിഭയാനകമായ ഒരു കാട് തന്നെയാണ്. ഈ കാട്ടിനുള്ളിലെ ഇവർ ഒരു 4 കുടുംബം 5 കുടുംബം ഉണ്ട് ഇവിടെ ഉള്ളൂ. ഇവർ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ പോകണമെങ്കിൽ തന്നെ 10-30 കിലോമീറ്റർ നടന്നു പോകേണ്ടി വരും. വണ്ടിയിലാണെങ്കിൽ പെട്ടെന്ന് എത്തും. എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ സ്ഥലം തന്നെ. മഴയത്ത് വരുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇവിടുത്തെ വെള്ളവും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എപ്പോഴും ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണെന്നാണ്
നമ്മുടെ കൂട്ടുകാരൻ പറയുന്നത്. ഏത് നിമിഷവും ആന വരുന്ന സ്ഥലമാണ്. നമുക്ക് ഈ പോകുന്ന വഴിയിൽ തന്നെ ചിലപ്പോൾ ആനയെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അയാളുടെ കൂടെ നമ്മൾ താഴോട്ട് നീങ്ങുകയാണ്. മഴയും വെള്ളവും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ആറ്റിൽ കൂടെ തന്നെ ഇറങ്ങി പോകാൻ കഴിയും. എന്തൊക്കെ പറഞ്ഞാലും മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെ, ഒട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമാണ്. ആനെങ്കിലും വരുമെങ്കിൽ നമുക്ക് ഓടാമല്ലേ. നിങ്ങൾ നമ്മളിവിടെ തനിച്ചാക്കി ഒറ്റയ്ക്ക് മുങ്ങിക്കളായി. ഓടാനുള്ള വഴിയൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, ആനയെ കാണാൻ വന്നിട്ട് ആനപ്പിണ്ടം കണ്ടു കേട്ടോ. ആനയെ കാണാൻ പറ്റിയില്ല ഇതുവരെ, എന്നാലും താഴോട്ട് പോയി നോക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മനോഹരമായ വെള്ളച്ചാട്ടം, കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. അത് കാണാൻ നല്ല രസം. കാണാൻ നല്ല രസം. നിങ്ങൾക്ക് കുളിക്കാൻ തോന്നും. മഴയത്തൊക്കെ നല്ല വെള്ളമായിരിക്കും ഇവിടെ. ഇദ്ദേഹത്തിന് ഇവിടെ അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത്. ഈ കാണുന്ന ഈ മരത്തിൽ തന്നെ എന്തോ ഒരു കായ പിടിക്കും. അത് കഴിക്കാൻ നല്ല മധുരമെന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ പേര് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറയുന്ന കേട്ട്, എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും താഴോട്ട് നീങ്ങാം നമുക്ക്.
യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, മുന്നോട്ട് തന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല കാട്ടുവിശേഷങ്ങളും കാടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അടിപൊളി വീഡിയോയുമായി അടുത്ത വട്ടം വരുന്നതുവരെ എല്ലാവർക്കും ബായ്.